നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക പ്രായമുള്ള ആളുകളുടെയും ആശങ്കയാണ്, അല്ലെങ്കിൽ അവർ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത്, വർഷങ്ങളായിട്ട് ഷുഗർ പേഷ്യൻസ് ആയിരിക്കാം, അതേപോലെ തന്നെ ശരീര തളർച്ച, ശോധനക്കുറവ്, നീർക്കെട്ട്, ജോയിന്റ് പെയിൻസ്, ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉള്ള ആളുകൾക്ക് മരണം വരെ ഞാൻ ഈ വേദന സഹിച്ചു നിൽക്കണോ, അല്ലെങ്കിൽ എനിക്കിതിനൊരു ശാശ്വത പരിഹാരം, മരുന്നില്ലാത്ത ഒരു പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടോ എന്നുള്ള ചോദ്യമുള്ളവരായിരിക്കാം. ഈ അടുത്ത് നമ്മുടെ ക്ലിനിക്കിൽ വന്നൊരു കേസ്, ഏകദേശം ഒരു 30 വർഷത്തോളം അവർ ഷുഗർ പേഷ്യൻ്റ് ആണ്. അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ്, നീർക്കെട്ട്, ശോധനക്കുറവ്, ഉറക്കക്കുറവ്, അങ്ങനത്തെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരാൾ. അപ്പോൾ അവർ ഫസ്റ്റ് ടൈം ക്ലിനിക്കിലേക്ക് വരുമ്പം രണ്ട് പേരുടെ സഹായത്തോടു കൂടെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റൂല. അപ്പം അങ്ങനെ വന്ന ഒരാൾ ഏകദേശം ഒരു മാസം നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത സമയത്ത് അവർക്കുണ്ടായൊരു മാറ്റം അവർ തന്നെ നേരിട്ട് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കി. നടക്കാൻ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു. നടക്കാൻ പറ്റില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ നല്ല പേടി ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഒന്നും ചോദിച്ചാൽ ഒന്നും പറയില്ല. ഡോക്ടർ അടുത്ത് പറയില്ല, എന്നെ ഇങ്ങനെ നോക്കും, ആൻസർ പറയില്ല, പ്രതികരണം കുറവായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അതെല്ലാം ഓക്കെ ഇല്ല, ഇപ്പൊ എല്ലാം ഓർമ്മശക്തിയും കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രീതി. പിന്നെ ഒരു പ്രസാദം വന്നില്ലേ, നല്ല ആക്റ്റീവ്നെസ് വന്നിട്ടുണ്ട്. ശോധനയ്ക്ക് ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം വന്ന സമയത്ത് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരുന്നു, കാലില് നീരുണ്ടായിരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. പിന്നെ ഷുഗർ ഒക്കെ ഇപ്പൊ നോർമൽ തന്നെയല്ലോ? ഭക്ഷണം കൃത്യമായിട്ട് അന്ന് വന്ന സമയത്ത് തരിപ്പുണ്ടായിരുന്നില്ല? അന്ന് വന്ന സമയത്ത് കാലിന് തരിപ്പുണ്ടായിരുന്നില്ല, ഇടയ്ക്ക് നടക്കാൻ പ്രയാസം കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിപ്പോ എല്ലാം ഓക്കെ ഇല്ലേ? സ്പീഡായി. ടെൻഷൻ ഒന്നുമില്ലല്ലോ ഇപ്പൊ വേറെ? അലർജിന്റെ ഇഷ്യൂ എന്തെങ്കിലും നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ? പനി ഉണ്ടായിരുന്നു അപ്പൊ? ഇല്ലല്ലോ. അന്ന് പനിയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കും, കരുത്തിൽ പിടിക്കും, കൈ പിടിക്കും, സ്ട്രോങ് ആയി പിടിക്കും. ഓക്കെ അല്ല, നടക്കാൻ പ്രയാസമൊന്നുമില്ല, മറ്റു ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഷുഗർ വന്നിട്ടുള്ള പ്രശ്നം മെയിനായിട്ട്. ആ ഷുഗർ വന്നതിനുള്ള ഒരു ആഫ്റ്റർ എഫക്ട് ക്രോണിക് ആയിട്ട് കുറെ കാലമായിട്ട് ഷുഗർ ഉണ്ടല്ലോ, അത്യാവശ്യം 30 വർഷമായിട്ട് 14 അതിന് നല്ല കുറയ്ക്കണം കേട്ടോ. അന്ന് നമുക്ക് HbA1c 8.7 ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അതിപ്പോ ഇനി എന്ത് ചെയ്യാം, നമുക്ക് 6 എത്തിക്കാൻ കഴിയണം. അത് ഈ ഡയറ്റും പറഞ്ഞ ഡയറ്റും മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് കിട്ടിയ സർക്കുലേഷൻ ഉഷാറായി. ഇപ്പൊ നമുക്ക് ആ കാലിന്റെ തരിപ്പ് പോയി, ഓക്കെ ആയിട്ടുണ്ട്. അതെ. പിന്നെ അതേപോലെ തന്നെയാണ് അവരുടെ ബുദ്ധി ഇതുണ്ടല്ലോ, ഒരു റെസ്പോൺസ് ഉണ്ട്, പെട്ടെന്ന് റെസ്പോണ്ട്, പ്രതികരണ ശേഷി. അത് നമുക്ക് അക്രൂട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞത്, ഫ്രൂട്ടിന്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഫ്രൂട്ടിന്റെ ഫ്രൂട്ട് ഇതുണ്ടല്ലോ, അതുകൂടി എന്ത് ചെയ്യാം, കിട്ടുകയാണെങ്കിൽ കൊടുക്കണം, നല്ലത് കേട്ടോ. അത് ബ്രെയിന് നല്ലത്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പ്രതികരിക്കില്ല. പിന്നെ ഒരിക്കൽ ഡോക്ടറെ ന്യൂറോളജിയിൽ പോയപ്പോ വേണ്ടല്ലോ ഇങ്ങനെ കയറ്റി ഡോക്ടറെ ചെറിയൊരു ബോട്ടിലുണ്ട്. ഞാൻ തന്നെ ഇതെന്താ എല്ലാം പറഞ്ഞു, മറ്റെന്താ നോക്കും, എന്തെല്ലാം ആവശ്യപ്പെട്ടാന്ന് ചോദിച്ചപ്പോ തന്നെ വേഗം ബാൻഡ് കയറ്റി. അത് ഓട്ടായിക്കോട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ചെയ്യാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്ഡ് ആവും, ഒറ്റയ്ക്ക് ഇരിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഇവര് സാധാരണ രീതിയിൽ ഓവർ സ്മാർട്ടാ, പോകാനും വരാനും ഭക്ഷണം കഴിക്കാനും ഭക്ഷണത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മളെ നോക്കും, എന്താ ആവശ്യപ്പെട്ടാ ഒന്നും വേണ്ടൂല, പിന്നെയും നോക്കും, ഇതിന്റെ കഴിക്കാത്ത വേണ്ടേ അതിനും വേണ്ടില്ല. ഇപ്പം കൊടുത്തിട്ട് നമ്മള് വേറെ നടക്കുമ്പോഴൊക്കെയല്ലേ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ക്വാളിറ്റി ഉള്ള ഭക്ഷണം തന്നെ ആക്കുക. കൂടുതൽ ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യരുത്, കുറെ ചോറായിട്ടോ മധുരമായിട്ടോ ഒഴിവാക്കില്ല. ഇതന്നെ ഇനി മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, സർക്കുലേഷൻ ഓക്കെ ആയിക്കോളും. അല്ല അത് കുഴപ്പമൊന്നുമില്ല, അതൊരു ഇങ്ങനെ തന്നെ പോവുക. ഇതിന്റെ ഈ എൻഗേജ്ഡ് ആയിരിക്കണം, പഴയ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്നുകൂടി വരാൻ തോന്നുന്നു കേട്ടോ.
ഇപ്പോൾ റീഡിങ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിട്ടോ ലിസണിങ് ആയിട്ടോ എന്തെങ്കിലും ഇത് എൻഗേജ്ഡ് ആയിരിക്കണം. കിടത്തം കുറക്കണം എന്ന് പറയാം. എക്സസൈസ് ചെയ്യില്ലല്ലോ ഇപ്പോൾ ചെയ്യണം, നടത്തൊക്കെ വേണം കേട്ടോ. ഭക്ഷണം കഴിച്ച പാടത്തിന് ഉറങ്ങരുത്, കിടക്കാൻ പോകരുത്. കുറഞ്ഞ സമയം റെസ്റ്റ് എടുത്ത് വീട്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ കിടക്കാൻ ലാസ്റ്റ് പോകണം. ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം, മല കയറണം, കുന്ന് കയറണം, എല്ലതും വേണം. എൻഗേജ്ഡ് ആയിട്ട് എന്തെങ്കിലും എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണോ. ഡൗൺ ആയി പോരുത്. നിങ്ങൾ എന്ന് ബെഡിലേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീക്കായി പോകും. മനസ്സിലായില്ല? അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് സ്ട്രോങ് ആയിരുന്നാൽ ബീച്ചിൽ കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യണം, ഡോക്ടറെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാല് എത്തും. നമുക്കിപ്പോ നല്ല ഡോക്ടറാണെന്ന് വിചാരിച്ചാൽ കുറേ പറയണം. അല്ലാതെ പിന്നെ ഡോക്ടർമാര് ചിലപ്പോ ഈ വേറെ രോഗിനെ നോക്കേണ്ടതുകൊണ്ട് വേഗം ഒന്നിരണ്ട് ചോദിച്ച് അപ്പൊ നമുക്ക് കുറെ പറയാനുണ്ടാവും, ഡോക്ടർ കേൾക്കാൻ സാധിക്കും. അല്ല അത് നീ ഓക്കെ ആയിക്കോളൂ കേട്ടോ. ഇവർക്കും തന്നെ മെഡിസിൻ ആയിട്ട് ഞാൻ കൂടുതൽ തന്നിട്ടില്ല. ഒന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഒരു മെഷീനറി വാല്യൂ നോക്കിയിട്ട് ബി.പി ഇത്ര ആവണം അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെയല്ല. നമ്മളൊരു മെഷീനറി വാല്യൂനേക്കാൾ കൂടുതൽ ആളുടെ വെൽനെസ് നോക്കേണ്ടത്. ആള് നടക്കാൻ ഓക്കെ ആണോ, ഇത് നല്ല ഹെൽത്ത് ആണ്, മെമ്മറി നല്ല ഉണ്ടോ, നല്ല ഹെൽത്ത് ആണ്, നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ല ശ്വാസം എന്തെങ്കിലും കൂടെ ഹെൽത്ത് ആണ്. മനസ്സിലായില്ല? അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇടയ്ക്കെന്ത് പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ നമ്മൾ മെഷീനറീസ് വാല്യൂ നോക്കണം, മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും കൂടുതലായി പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് എന്താണ്, ഹെൽത്തി ആയിട്ട് ആള് ഓക്കെ ആണോ, അതാണ് ഓക്കെ ആണത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് വന്നപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, കൂടുതൽ എന്ത് ചെയ്യണ്ട, ഇത് കൂടിയത് കൊണ്ട് പ്രയാസമായിരിക്കും എന്നുള്ള രീതിയിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആള് ഓക്കെ ആണോ, യെസ് ഓർണോ, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ്. അതാണ് വെൽനെസ് ഹെൽത്ത് എന്ന് പറഞ്ഞ കാര്യമാണ്. ചില ആളുകൾ നമ്മൾ ബി.പി ഓക്കെ ആയിരിക്കും, എല്ലാതും ഓക്കെ ആയിരിക്കും, മെഷീനറീസ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയിരിക്കും, പക്ഷെ ആള് ഭയങ്കര വീക്കായിരിക്കും, പല അസുഖങ്ങളും ഉള്ളിലുള്ളവരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇപ്പം വാസൊക്കെ നല്ല ആക്റ്റീവ് ആണല്ലോ. അതാണ് അതിലൂടെ കാണിക്കുന്നത്. അത് കോഴിക്കോട് ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു. അല്ല അന്ന് പറഞ്ഞ പോലെയല്ല ഇപ്പം ചോദിച്ചാലെല്ലാം പറയും. മറ്റിങ്ങനെ അപ്പുറം ഇപ്പുറം സംസാരിക്കാത്ത ആളെ നോക്കുമ്പോഴേ ഇപ്പൊ നമ്മള് പറയുന്നതെല്ലാം ഓരോ മനസ്സിലുണ്ടാവും. അതിനെന്ത് ചെയ്താൽ മതി, മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിസിൻ കുറച്ച് വരികയും ചെയ്യാം കേട്ടോ. ഭക്ഷണത്തില് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഡോക്ടറെ പോലെ തന്നെ ഓനിവരായിട്ടുണ്ട് എന്നിട്ട് അവന്റെ അടുത്ത് ആക്കനെ എന്നാ വന്നോ ഒന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ പോയാൽ ഇതേപോലെ തന്നെ എന്താണ് ചോദിക്കും പറഞ്ഞ നോക്കും. അപ്പൊ അതിൻ്റെ നോക്കണ്ടപ്പോ ഇന്ന് നാട്ടിൽ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. അത് സ്വന്തക്കാരായാലും അങ്ങ് കൊണ്ടൂല. അതൊരു മൈൻഡ് എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്രൂട്ടിന്റെ അതുണ്ടല്ലോ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവരും കുറച്ച് വന്നിട്ട് വലിയ സ്റ്റോക്ക് ചെയ്യാം. കണ്ടിന്യൂട്ട് എല്ലാ കാലം മെഡിസിൻ എടുക്കണമെന്നില്ല. ആളെ വർക്ക് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, വലിയ കുറച്ച്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ലെങ്ത് തന്നിട്ട് അടുത്ത വരെയായിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിട്ട് കണ്ടിന്യൂ ഫോളോ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ. പിന്നെ അതൊക്കെ നാളെ ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാല് നല്ല ഉഷാറാണ്. പിന്നെ എത്ര മണിക്ക് പോകുന്നു, എപ്പോഴാണ് പോകുന്നത്. ഇന്നിപ്പോ 5 മണിക്ക് ദിവസോട്ടെ പോകേണ്ട ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോയി കുളിച്ച് അന്നേരമില്ലേ പോണ്ട കാര്യം പറയുമ്പോ ഇവർക്ക് നല്ല എവിടെ പോണ്ടെന്ന് പറയാം. അന്നേരം ഇവര് ഷൂടും സോക്സോടും എല്ലാ ഡ്രസ്സും എല്ലാം ഉണ്ട്. പോകാത്ത സമയത്ത് ദിവസോട്ടെ ഇതെല്ലാം മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഇവരെ കൺസൾട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കൂടെയുള്ള സിറാജ് സാർ ആയിരുന്നു. അപ്പോൾ അവർക്ക് കൊടുത്ത ട്രീറ്റ്മെൻറ്റ് എന്തായിരുന്നു, അതേപോലെ തന്നെ മെഡിക്കേഷൻസ് എന്തായിരുന്നു, അവരുടെ ആ ഒരു കേസ് എന്നുള്ളത് കൃത്യമായിട്ട് ഡോക്ടർ നമുക്ക് വിശദീകരിച്ച് തരും. ഡോക്ടറെ പറഞ്ഞോളൂ. ഓക്കെ, ഇവരുടെ കേസ് നമ്മൾ ക്ലിനിക്കിലേക്ക് സാറ് പറഞ്ഞ പോലെ തന്നെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് തന്നെ 2 പേര് താങ്ങിയിട്ടാണ് നമ്മുടെ എന്താണ് ക്യാബിനിലേക്ക് വരുന്നത്.
അവർക്ക് നടക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു. അതേപോലെ പെടലടി കാലിലും തീരെ നല്ല നീർക്കെട്ടുണ്ടായിരുന്നു, ജോയിൻറ്റ് പെയിൻ ഉണ്ട്. രാത്രി സമയത്തൊക്കെ മസിൽ കയറുക, അതേസമയം ഉള്ളിൽ നല്ല പനിയൊക്കെ ചില സമയത്ത് വന്നു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഭക്ഷണം ശരിക്കും കഴിക്കില്ല. അതേ സമയം എന്തുണ്ട് ഈ പറഞ്ഞതുപോലെ 30 വർഷമായ ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതേപോലെ ചില സമയത്ത് യൂറിക് ആസിഡ് കൂടുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവർ എൻ്റെ വന്ന സമയത്ത് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. അതിൻ്റെ പുറം ഒരുപാട് റിപ്പോർട്ടുകൾ എൻ്റെ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകൾ എല്ലാതും നോക്കുമ്പോൾ കംപ്ലീറ്റ് നോർമലാണ്. ഷുഗർ ഏകദേശമൊക്കെ നോർമലാണ്, കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത്, കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു HbA1c നിയറസ്റ്റ് അബൌട്ട് 9 ഉണ്ടായിരുന്നു. അതേപോലെ യൂറിക് ആസിഡും ഒരു നോർമൽ ബോർഡറിൽ എത്തിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ സോഡിയം ആകട്ടെ, പൊട്ടാസ്യം, എല്ലാ ടെസ്റ്റുകളും എന്താണ് കംപ്ലീറ്റ് നോർമലാണ്. പക്ഷേ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആൾ നല്ല വീക്കാണ്, നടക്കാൻ പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നില്ല. അതായത് ഏറ്റവും വലിയ പ്രശ്നം. കാരണം ആ പേഷ്യൻറ്റിനോട് എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം വേണോ അല്ലെങ്കിൽ വെള്ളം കുടിക്കണോ, എന്തെങ്കിലും ടോയ്ലറ്റിൽ പോകണോ, പേഷ്യൻ്റ് ഒന്നും മിണ്ടില്ല, റെസ്പോണ്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഒരു സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു റെസ്പോണ്ട് ഇല്ലാണ്ട് നിൽക്കും. അപ്പോൾ അവരോട് ഞാനിത് വന്ന സമയത്ത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ്, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ഒരു രോഗം എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല. നിങ്ങൾ ഷുഗർ ഉണ്ട് ഓക്കെയാണ്, അല്ലെങ്കിൽ യൂറിക് ആസിഡ് ഇടക്ക് വന്ന് പോകുന്നത് ഓക്കെയാണ്, അതേപോലെ കാലിൽ നീർക്കെട്ടുണ്ട് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം രോഗിയാണ് പ്രധാനം. രോഗിക്ക് എന്താണോ വേണ്ടത്, രോഗിക്ക് വേണ്ടത് നൽകുക, അതിൽ റെസ്പോണ്ടായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് നൽകിയ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് തന്നെ ഒരു വിഷയം പറഞ്ഞത് തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ശരീരം ഒന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള നീർക്കെട്ട് പോകാനുള്ള കുറച്ച് മെഡിസിൻസ്, ഉറക്ക് ഒന്ന് ഉഷാറായി കിട്ടാൻ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡയബറ്റിക് എല്ലതും കൊള്ളുന്ന ഒരു ഫുഡ് മെനു നമുക്ക് എന്ത് ചെയ്യും സ്പെസിഫിക് ആയിട്ട് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണ ക്രമീകരണം. അതെ അതെ അതെ, പ്രത്യേകിച്ച് ഷുഗറുള്ള പേഷ്യൻ്റ് കൂടെയാണ്. അതേ സമയം ഇപ്പോൾ ഇത് പറയുമ്പോൾ ചില ആൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. കാരണം 30 വർഷമായിട്ട് ഡയബറ്റിക്കുള്ള പേഷ്യൻ്റാണ്, പെട്ടെന്ന് ഡോക്ടർ കൊണ്ട് ഒരു മെഡിസിൻ നിർത്തിയോ അല്ലെങ്കിൽ ഇത് കഴിക്കാൻ പാടില്ല എന്നോ അങ്ങനെയൊന്നുമില്ല. അവരോട് കഴിക്കുന്ന മെഡിസിൻ എന്ത് ചെയ്യുക, വർഷങ്ങളായിട്ട് കഴിക്കുന്ന മെഡിസിൻസാണ്, അതെന്തായാലും തുടരുക, കൂടെ ഇതും കൂടെ കഴിക്കുക എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 1 മന്ത് ആയപ്പോൾ തന്നെ പിന്നെ വരുന്നത് എന്താണ്, സപ്പോർട്ടൊന്നും ഇല്ല. പേഷ്യൻ്റ് ഒറ്റയ്ക്ക് നടക്കുന്ന, മെല്ലെയാണെങ്കിൽ ശരി ഒറ്റയ്ക്ക് നടന്ന് വന്നു, റെസ്പോണ്ട് ചെയ്യുന്നത്. പേഷ്യൻ്റ് തന്നെ പിന്നെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പിന്നെ ഫുൾ മെമ്മറി ഉണ്ടായിരുന്നു. ഫുൾ മെമ്മറി മീൻസ് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും പേഷ്യൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എല്ലാ ഇമോഷൻസും എന്ത് ചെയ്യുന്നുണ്ട് ഫേസിൽ കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് ലഭിക്കാൻ പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിക്ക ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ മിക്ക ആളുകൾ പ്രായം ചെന്ന ആളുകൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബോർഡർ മാത്രം നോക്കിപ്പോൾ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ, രോഗിയുടെ അവസ്ഥ നോക്കില്ല, രോഗം മാത്രം നോക്കിയിട്ട് പോകുന്നത്. ടെസ്റ്റുകൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു. അതെ അതെ, അതാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ടെസ്റ്റുകൾ നമ്മൾ പരിഗണിക്കണം, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് വേണം, ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ഈ രോഗിക്കാണ് നൽകേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ഇത് ഈ ഒരു പേഷ്യൻ്റ് മാത്രമല്ല, നമുക്ക് ഒരുപാട് പേഷ്യൻ്റ് ഈ അടുത്തായിട്ട് വന്നിട്ടുള്ളവർക്ക് അവരൊക്കെ അങ്ങനെ ട്രീറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശോധനത്തിന് കുറവുണ്ടായിരുന്നു, പക്ഷെ അത് നോർമലായി, ഡെയിലി ശോധന കിട്ടുന്ന അവസ്ഥയായി. ഇപ്പോൾ രാവിലെ തന്നെ അവർ എന്ത് ചെയ്യുന്നു, വാക്കിങ്ങിന് പോകുന്നുണ്ട്, വീട്ടിൽ തന്നെ നടക്കുന്നുണ്ട്, സ്വന്തം ഇഷ്ടപ്രകാരം ടോയ്ലറ്റിൽ പോകാൻ വരാൻ, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ, മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ രോഗിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ മറ്റൊരു ഇപ്പോൾ എസ്പെഷ്യലി പ്രായം ചെന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസമാണ് ഒരു പരസഹായം വേണ്ടി വരുമോ, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് ശരിയായ രീതിയിൽ പറയുന്ന റൂട്ടിലൊക്കെ ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പിന്നെ ഒരു സഹായം ഇല്ലാണ്ട് അവനവൻ്റെ കാര്യങ്ങൾ, ടോയ്ലറ്റിൽ പോകുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, സ്വന്തം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, മറ്റൊരു പരസഹായം ഇല്ലാതെ ചെയ്തു മുന്നോട്ട് പോകാൻ കഴിയും. അത് കണ്ടീഷൻ പോലെയാണ്. ഇപ്പോൾ ഈ ഒരു പേഷ്യൻ്റ് കേസിലാണെങ്കിൽ 30 വർഷം ഡയബറ്റിക്കാണ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇവർക്ക് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രിയാറ്റിനൊക്കെ കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പോൾ എന്താണ് കംപ്ലീറ്റ് നോർമലാണ്. അത് ഈ സമയത്ത് എല്ലാ മാസവും അവർ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇപ്പോൾ ഷുഗറുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ തളർച്ചക്കും അതേപോലെ തന്നെ ജോയിൻറ്റ് പെയിൻസ്, ഉറക്കക്കുറവ്, കോൺസ്റ്റിപ്പേഷൻ, അപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ ഈ ഷുഗർ മെയിൻ കാരണം തന്നെയാണ്. അത് തീർച്ചയായിട്ടും ഷുഗർ, എസ്പെഷ്യലി ഈ കേസിൽ 30 വർഷമായിട്ട് ഷുഗറുള്ള പേഷ്യൻ്റാണ്. ഈ 30 വർഷമായിട്ട് ഷുഗർ എപ്പോഴും ബോഡി ബ്ലഡിൽ എന്താണ് ഷുഗർ ഇങ്ങനെ ഹൈ ലെവലിൽ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കണ്ടീഷൻ ആകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കോശങ്ങളെയും അത് ബാധിക്കും. അത് നെർവ് സെല്ലായിക്കോട്ടെ, ബ്ലഡ് വെസൽസുകളായിക്കോട്ടെ, മറ്റെല്ലാ കോശങ്ങളെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഷുഗർ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകല്. ഇപ്പോൾ വാസ്കുലർ ഡിസീസ്, ബ്ലഡ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്ലോക്കുകളൊക്കെ വരാൻ പ്രധാന കാരണം ഈ ഷുഗർ കൂടിയിട്ട് എന്ത് ചെയ്യും, രക്തക്കുഴലിൽ ചെറിയ ഇൻഫ്ലമേഷൻ വരും, അവിടെ ചെറിയ ബ്ലോക്കുകളൊക്കെ സംഭവിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹാർട്ട് അറ്റാക്ക്, ബ്ലോക്ക്, സ്ട്രോക്ക്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരിക്കും. ബ്ലഡ് വെസൽ വന്നാൽ ഇനി അതേപോലെ ഈ ഷുഗർ കൂടുതൽ ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അൽഷിമേഴ്സ് പോലെ പ്രശ്നം. ഈ കേസ് അങ്ങനെയായിരുന്നു. അപ്പോൾ അത് ഷുഗർ കൂടുതലായിട്ട് ബ്രെയിനെ ബാധിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഓർമ്മശക്തിയിൽ കുറവുണ്ടായിരിക്കും,
പല റെസ്പോൺസിൽ കുറവുണ്ടായിരിക്കും. കാഴ്ചകൾക്ക് അത് ബാധിക്കുന്നതും തീർച്ചയായും ഷുഗർ തന്നെ. ഗ്ലൂക്കോമ പോലെ പ്രശ്നം ഉണ്ടായിരിക്കും. അത് എല്ലാ ഏതൊക്കെ കോശങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അതിനെ എല്ലാം ഷുഗർ ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും മെഡിസിൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും എന്തില്ല ഷുഗർ കംപ്ലീറ്റ് പൂർണ്ണമാകില്ല. ആളുകളുടെ നേരെ മെഡിസിൻ കഴിക്കുന്ന സമയത്ത് പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ അതെ അതെ ബ്ലഡ് ഷുഗർ എന്ത് ചെയ്യും, കുറഞ്ഞ് കാണുമ്പോൾ അവർ നോർമലാണ് എന്ന് അതെ സമാധാനിച്ച് നിൽക്കുന്ന ഒരു തീർച്ചയായും അവസ്ഥ. തീർച്ചയായും ചില ആളുകൾ അതേപോലെ ഉണ്ട്. ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ, ഇൻസുലിൻ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് എന്തും കഴിക്കാം, ഇനി ഒരു പ്രശ്നമൊന്നുമില്ല. പഞ്ചസാര മാത്രം ഒഴിവാക്കി ഷുഗർ അതെ നോർമൽ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ഒരു സ്വന്തമായിട്ടുള്ള ധാരണ. ധാരണയിൽ അതെ നിൽക്കുന്ന അതെ ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഞാൻ രാവിലെ മാത്രം ആ, ഡോക്ടറെ ഒരു ഇത് കഴിക്കാറുള്ളൂ, പക്ഷെ അത് വെറും വിഡിത്താ. കാരണം ഷുഗർ എന്നുള്ളത് ആ ടേമാണ് പലപ്പോഴും മിസ്റ്റേക്ക് പറ്റുന്നത്. ഷുഗർ എന്നുള്ളത് മധുരം എന്നുള്ള രീതിയിൽ മാത്രം, പക്ഷെ അങ്ങനെയല്ല. ഷുഗർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റാണ്. ഉം. ഈ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഏതൊക്കെയുണ്ടോ അത് ചില പഴങ്ങളിലുണ്ട്, അല്ലെങ്കിൽ മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങളിലും ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു കംപ്ലൈൻ്റ് ആണ് ഇത് ശർക്കര ഉപയോഗിക്കുന്നത്. ശർക്കര നല്ലതാണ്, ഇത് അതെ. മധുരം നമ്മൾ പഞ്ചസാര മോശമാണെന്നുള്ളത്. പക്ഷേ എന്താണ് രണ്ടിനും ഷുഗർ കണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം ആണ്, ഗ്ലൈസിമിക് ഇൻഡെക്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പല ആളുകളും ഷുഗർ മധുരം ഒഴിവാക്കുന്നുണ്ട്, പക്ഷേ എന്ത് ഒഴിവാക്കില്ല, അരി ഭക്ഷണങ്ങൾ ഒരിക്കലും ഒഴിവാക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ കഴിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയല്, പത്തിരി കഴിച്ചിട്ടുണ്ടാവും, ദോശ കഴിച്ചിട്ടുണ്ടാവും, ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടായിരിക്കും, ഉച്ചയ്ക്ക് കുറച്ചൊരു ചോറ് കഴിക്കുന്നുണ്ടാവും, രാത്രി ചപ്പാത്തി എന്തെങ്കിലും ആയിരിക്കും എന്നുള്ള. പക്ഷേ ഈ ഒരു 3-4 നേരം കഴിക്കുന്നത് കംപ്ലീറ്റ്ലി എന്ത് തന്നെയാണ്, ഷുഗർ തന്നെയാണ്. അതിൽ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ഒരു പറയും ചെയ്യും, നമ്മൾ പേഷ്യൻസ് പലപ്പോഴും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും, തെറ്റിദ്ധരിച്ച് വെച്ചൊരു സംഗതിയാണിത്. ഞാൻ ഈ കുറഞ്ഞത് ഇതൊക്കെ കഴിക്കുന്നല്ലേ ഉള്ളൂ, അതേപോലെ ഞാൻ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്, എക്സസൈസ് ക്ലിക്ക് ചെയ്യുന്നുണ്ടെന്നല്ലേ. പക്ഷേ നമ്മൾ ഭക്ഷണമാണ് ഇതിൻ്റെ ഒരു പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഷുഗർ വരാനുള്ളത്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പോൾ ഈ ഒരു കേസ് ആണെന്നുണ്ടെങ്കിലും അവരോട് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞൊരു സംഗതിയാണ്, ഭക്ഷണത്തിൽ ക്രമീകരണം നിർബന്ധമായിട്ട് വരുത്തണം എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഷുഗർ പേഷ്യൻ്റ് മറ്റൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആളുകൾ തീരെ ഭക്ഷണം കഴിക്കില്ല. എനിക്ക് ഷുഗറാണ് അതുകൊണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബോഡിയിൽ ഒന്നുണ്ടായിരിക്കും ഡെഫിഷ്യൻസി അസുഖങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും. കാൽസ്യം കുറവുണ്ടാവും, വൈറ്റമിൻ ഡെഫിഷ്യൻസി കുറവുണ്ടാവും, മിനറൽസ് നന്നായിട്ട് കുറവുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ഈ സോഡിയം പൊട്ടാസ്യത്തിൻ്റെ പ്രശ്നങ്ങൾ വരിക, മഗ്നീഷ്യത്തിന് കുറവ് വരിക, മുടി കൊഴിച്ചിൽ പോലെ പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രിക്, അതിൽ നിന്നാണ് ഓൾമോസ്റ്റ് മറ്റു പല അസുഖങ്ങളും വരുന്നത്. ഇതിലിപ്പം ഷുഗർ ഉള്ള ആളുകൾ എപ്പോഴും പറയുന്നൊരു ന്യായം എന്ന് വേണമെങ്കിൽ പറയാം. അവർ പറയണ എനിക്ക് ഭക്ഷണം ചോറ് കഴിക്കാതെ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ദിവസം എനർജി കിട്ടുക, അല്ലെങ്കിൽ ചോറിലൂടെ അല്ലേ നമുക്കൊരു ദിവസം പോകുമ്പോൾ കിട്ടുക എന്നുള്ള അതെ അങ്ങനെ അതെ അതൊരു മിഥ്യാധാരണയാണോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും തീർച്ചയായും യാഥാർത്ഥ്യം തീർച്ചയായും ഉണ്ടോ? തീർച്ചയായും അതൊരു മിഥ്യാധാരണയാണ്. ആ, അതിൻ്റെ ആക്ച്വലി ഒരു പ്രായം ചേരുമ്പോൾ ഒരു 40 വയസ്സോ 50 വയസ്സാകുമ്പോഴാണ് കൂടുതൽ ഷുഗർ പ്രശ്നമായിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുക, മാറുന്നില്ല, കുടുങ്ങിയെന്ന് കണ്ടുമ്പോൾ വരില്ലേ. ഉം. അപ്പോൾ ഇത് ഒരു 40 വർഷം ഒരു പേഷ്യൻ്റ് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു റുട്ടീൻ ഉണ്ടാവും, ജനിച്ചത് മുതൽ 40 വർഷം. അപ്പോൾ ആ റുട്ടീനിൽ നിന്ന് എസ്കേപ്പ് ആയി കിട്ടുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അതെ. പ്രയാസമുള്ളത്. ചോറ് ഒഴിവാക്കുക എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രയാസമുണ്ട്. ഈ അടുത്ത ഒരു കേസ് ഇതേപോലെ ഒരു കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഇതേപോലെ ഷുഗറിൻ്റെ പേഷ്യൻ്റ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഞാനത് സ്ട്രിക്ട്ലി എന്ത് ചെയ്തു, നിങ്ങൾ റൈസ് എടുക്കരുത്, കഴിക്കുക ചെയ്യരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇതിലിപ്പോ റൈസ് എടുക്കരുത് സാർ പറയുന്നുണ്ട്. അപ്പൊ സാർ അടുത്ത് വന്നിട്ട് ഒരു പേഷ്യന്റ് ചോദിക്കാണ്, സാറേ റൈസ് കഴിക്കാതെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് ഞാൻ ഷുഗർ മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് വിശക്കുന്ന സമയത്ത് ഞാൻ എന്ത് കഴിക്കും, അതിനെന്താണ് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങളുടെ ഡയറ്റ് ചാർട്ടിൽ അങ്ങനെ എന്തെങ്കിലും അതെ നിങ്ങളുടെ അതെ ആ ഒരു ഇതൊന്ന് പറഞ്ഞു അതെ അതെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഞാൻ ഈ ഒരു കേസ് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ ഈ പേഷ്യൻ്റ് വന്ന സമയത്ത് അവർ റൈസൊക്കെ മാറ്റി വെച്ച് അവർ കോൺസ്റ്റിപ്പേഷനൊക്കെ ഓക്കെ ആയി, മറ്റേ കാലിൽ തരിപ്പും നീരൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ ഓക്കെ ആയി. പക്ഷേ എന്നോട് വന്ന് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോക്ടറെ ഞാൻ ഇന്നലെ കുറച്ച് റൈസ് എടുത്തു, അപ്പോൾ എന്ത് എടുക്കാൻ കാരണം ഇത് കുറച്ചൊരു മീനിൻ്റെ കറി കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് ചോറ് തിന്നേണ്ടി വന്നു പറയും. അപ്പോൾ ഇത് ചോറ് ഉണ്ടെങ്കിലേ എല്ലതും ഓക്കെ ആകൂ, അല്ലെങ്കിൽ ഭക്ഷണം ഓക്കെ ആകും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പോൾ ഈ ചോദിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യും, ഈ ചോറല്ലാണ്ട് വേറെ എന്ത് കഴിക്കും, അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും കഴിച്ചാൽ അതാകുമോ, വിശപ്പ് വിശപ്പ് മാറുമോ മാറുമോ എന്നുള്ള എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം എന്നുള്ളത് എനർജിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് എനർജി എന്നുള്ളത് ഗ്ലൂക്കോസ് മാത്രമല്ല, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാത്രം, അതിൽ ഫൈബർ വേണം, പ്രോട്ടീൻ വേണം, വൈറ്റമിൻ വേണം, മിനറൽസ് എല്ലതും വേണം. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ഒരു പ്ലേറ്റ് വെക്കുമ്പോൾ അതിൽ ഫൈബർ ഉണ്ടോ എന്ന് നോക്കണം, പച്ചക്കറികൾ ഉണ്ടോ എന്ന് നോക്കണം, ഫ്രൂട്ട്സ് ഉണ്ടോ എന്ന് നോക്കണം, പ്രോട്ടീനായിട്ട് എന്തെങ്കിലും നോക്കണം. അപ്പോൾ ഇതെല്ലതും കൂടി വരുമ്പോൾ മാത്രമാണ് അതൊരു സമീകൃത ആഹാരമുള്ളൂ. നമ്മുടെ ഒരു കോമൺ ലൈഫിന്, ഡെയിലി ലൈഫിന് വേണ്ടിയിട്ടുള്ള എനർജി. ഈ എനർജി എന്ന് പറയുമ്പോൾ പല സോഴ്സ് ഓഫ് എനർജി ഉണ്ട്. അപ്പോൾ എല്ലാ സോഴ്സിലൂടെയും നമുക്ക് കിട്ടണമെന്ന് നോക്കണം. ചില ആളുകൾ നെയ്യ് പറ്റില്ല എന്ന് പറയും, നെയ്യ് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നല്ല കൊഴുപ്പുകളൊക്കെ പാടില്ല എന്നുണ്ട്. പിന്നെ അതുപോലെ നട്ട്സ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നട്ട്സ് കഴിക്കില്ല, ഇറച്ചി കഴിക്കില്ല. നമ്മളൊരു 30-35 ഇയർ ഓൾഡിലേക്ക് പോയി കഴിഞ്ഞ് ഏതൊരു പുരുഷനാണെങ്കിലും സ്ത്രീ ആകട്ടെ അവരുടെ ബോഡിയിൽ നിന്ന് നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യും
പ്രോട്ടീൻ ലോസിങ് നടക്കുന്നുണ്ട്. അതാരും മെയിൻറ്റെയിൻ ചെയ്യില്ല. അപ്പോൾ ഞാൻ ഇറച്ചി കഴിച്ചാൽ അല്ലെങ്കിൽ ഫിഷ് കഴിച്ചാൽ എനിക്ക് ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, ബ്ലോക്ക് വരും എന്നുള്ളത് തെറ്റായ ഒരു മിഥ്യധാരണയാണ്. അത് നമ്മൾ കഴിക്കേണ്ടത് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പ്രോട്ടീൻ എടുക്കണം, കാൽസ്യം ഫൈബറും എല്ലാം ഉണ്ട് എന്നുള്ള ഉറപ്പുവരുത്തണം. ഇപ്പോൾ ഈ ഏജ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്ക ആളുകൾക്ക് ഉണ്ടാകുന്നതാണ് കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത്. ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള അതേപോലെ പൈൽസ് വരാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ കണ്ടന്റ് എന്ത് ചെയ്യും, പച്ചക്കറികൾ തീരെ കഴിക്കില്ല, ഇലക്കറികൾ തീരെ കഴിക്കില്ല, അതേപോലെ തന്നെയാണ് വെള്ളം കുടിക്കില്ല എന്നുള്ളതുണ്ട്. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിക്കും പക്ഷെ എന്ത് ചെയ്യില്ല, വെള്ളം കുടിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ഡീഹൈഡ്രേഷൻ നന്നായിട്ട് നടക്കും, സ്കിന്നിൽ നിന്ന് നല്ലോണം വെള്ളം പോവുകയും ചെയ്യും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല, ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും ചെയ്യില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ദഹനം ശരിക്കും നടക്കില്ല, കോൺസ്റ്റിപ്പേഷൻ നന്നായിട്ട് വരും, പൈൽസ് പോലുള്ള ഇഷ്യൂസുകളൊക്കെ നന്നായിട്ട് വരും, സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഉണങ്ങി വരുന്ന അവസ്ഥയിൽ. അപ്പോഴാണ് ആ ഒരു ഏജിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഫാസ്റ്റ് ആക്കുന്നത്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ഭക്ഷണത്തിൽ പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു 35-40 ഇയർ ആയിട്ടുള്ള ഏതൊരു രോഗിയും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എന്തായാലും അതിലൊന്നുണ്ടാവും, വൈറ്റമിൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കാൽസ്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വൈറ്റമിൻ ഡി പോലെ എസ്പെഷ്യലി എന്തുണ്ടായിരിക്കും, അതിലുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ഭക്ഷണത്തിൽ തന്നെ ഒരു മനുഷ്യന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ, അത് ക്ലിയർ ചെയ്തിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്കൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡയറ്റ്, ഞാൻ ഈ എസ്പെഷ്യലി വന്ന പേഷ്യൻറ്റിന് കൊടുത്തൊരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ഫൈബർ ഉണ്ടോ, വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, ഇതെല്ലതും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീനിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡയറ്റാണ് അവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും അവർ ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല, മറ്റു തരിപ്പോ നീർക്കെട്ട് വരുന്ന അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻസ് ഒക്കെ കേട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പലപ്പോഴും ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കും. അതെ അതെ പക്ഷെ തീർച്ചയായും. അവർക്കൊക്കെ ഉള്ളൊരു ചോദ്യമായിരിക്കും എനിക്കിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ ഈ പ്രശ്നമായിട്ട് ഡോക്ടറെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ. ഡോക്ടർ ഏത് രീതിയിലാണ് എനിക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തരാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് എനിക്കത് മാറ്റിത്തരാൻ കഴിയും എന്നൊരു ഡോക്ടർക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ? അത് വരുന്ന കേസിനനുസരിച്ചിട്ടുണ്ടാവില്ല. നമ്മളൊരു കേസ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആദ്യം എന്ത് ചെയ്യും, രോഗി എന്താ പറയുന്നത് നോക്കുക. ചിലപ്പോൾ ഈവൻ പേഷ്യൻ്റ് രോഗിയുടെ കൂടെയുള്ള ആളുകൾ സംസാരിക്കും, അത് നമ്മൾ പരിഗണിക്കണം. പക്ഷേ പ്രൈമറി രോഗിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്താണ് രോഗിയുടെ പ്രശ്നം, ഭക്ഷണം കഴിക്കാത്ത പ്രശ്നമാണോ, ഭക്ഷണം കൂടുതൽ കഴിച്ചിട്ടുള്ള പ്രശ്നമാണോ, എക്സസൈസ് ചെയ്യാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ കൂടുതൽ എക്സസൈസ് ചെയ്തിട്ടുള്ള പ്രശ്നമാണ്. ഈ അടുത്തൊരു ക്ലിനിക്കിലേക്ക് വന്നൊരു പേഷ്യൻ്റ്, അവർക്ക് എല്ലാതും ഓക്കെ, ഒരു ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരുന്നു, എല്ലാതും ഓക്കെ ആയിട്ട് പോയതായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു നീ പെയിൻ്റെ കേസായിരുന്നു. അപ്പോൾ അവർ ഇതേപോലെ ഇതൊരു രാവിലെ എക്സസൈസ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ കൂടെ എക്സസൈസ് ചെയ്തു, അതിൽ കൂടുതൽ മൂവ്മെൻറ്റ് വന്നു. ഞാൻ ചാടിയതെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ചാടിയ സമയത്ത് ഡോക്ടറെ അത് പെയിൻ വന്നെന്നുള്ള. അപ്പോൾ ഒരു വർഷങ്ങളായിട്ട് നീ പെയിൻ ഉണ്ട്, പല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ അവർക്ക് ജോയിൻറ്റിലുള്ള മസിൽസുകളൊക്കെ നല്ലോണം ലൂസാണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ കൂടുതലായിട്ട് വെയിറ്റ് എടുക്കുക, കൂടുതൽ സ്റ്റെപ്പ് കയറുക, എക്സ്ട്രാ മൂവ്മെൻറ്റ് നടത്തിയാൽ എന്തായാലും അവർക്ക് പെയിൻ വരും. അത് ഷുവറാണ്. അത് ഞാൻ അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കും ബോധ്യപ്പെട്ട ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കേസിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഡീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചില കേസ് നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യേണ്ടതുണ്ടാവും, ചിലത് തീരെ ചെയ്യാൻ പറ്റാത്തതുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ ഭക്ഷണം എടുക്കേണ്ടതുണ്ടായിരിക്കും, ചിലത് ഒഴിവാക്കേണ്ടതുണ്ടായിരിക്കും, ചില കേസുകൾ ഫുഡ് അലർജി ഉള്ളതുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ ഇപ്പോൾ ചില ആളുകൾ ചപ്പാത്തി എടുത്ത പ്രശ്നം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ മില്ലറ്റ്സുകൾ എടുത്ത പ്രശ്നമുള്ളവരുണ്ടായിരിക്കും, ചോറ് കഴിച്ച പ്രശ്നമുള്ള ആളുകളുണ്ടായിരിക്കും, ചിക്കൻ കഴിച്ചാൽ അല്ലെങ്കിൽ ബീഫ് അപ്പോൾ ഓരോ വ്യക്തികൾക്കനുസരിച്ചിട്ട് അവരുടെ രോഗവും മനസ്സിലാക്കിയിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് ആ കണ്ടീഷൻ അനുസരിച്ച് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു റിവേഴ്സ് നമുക്ക് പോസിബിളാണ്. ഇത്തരം കേസുകളിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇതിനൊരു മാറ്റം അല്ലെങ്കിൽ ഇതിൽ നിന്നൊരു മോചനം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ പേഷ്യൻസിന് പോസിബിൾ ആണോ? അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വരികയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യാം. ഇപ്പോൾ ഒരു ഏജ്ഡ് ആയിട്ടുള്ള കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇപ്പോൾ നല്ല പ്രായമുണ്ട്, ഒരു 70 വയസ്സ് 80 വയസ്സൊക്കെ ഉണ്ട്, അവരൊരിക്കലും നമുക്ക് തെങ്ങ് കയറാനോ അല്ലെങ്കിൽ നമുക്ക് മല കയറാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കാൻ പറ്റില്ല. അത് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ട്, അല്ല വേദനയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ കൂടി എന്ത് ചെയ്യാം, ആ ഒരു പ്രായത്തിനനുസൃതമായിട്ട് ജീവിക്കാൻ കഴിയും. അതിന് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. എസ്പെഷ്യലി നമുക്കതിൽ പറയാനുള്ളത് ഭക്ഷണത്തിൻ്റെ കാര്യമാണ്. ഡയറ്റ് നിർബന്ധമായിട്ടും ക്രമീകരിച്ച് പോയാൽ തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് റിവേഴ്സിബിൾ ആക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ മാറാത്ത അസുഖങ്ങൾ, ഈവൻ അലർജി ആകട്ടെ, ഇതുപോലെ റുമാറ്റിക് ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കേസുകളാകട്ടെ, മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളാകട്ടെ, ആസ്തമ പോലെയുള്ള പ്രശ്നങ്ങളാകട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ പറയുന്നത് എന്ത് തന്നെയാണ്,
ഭക്ഷണം തന്നെയാണ്. അപ്പോൾ നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നില്ലാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലത് അമിതമായിട്ട് എടുക്കും, ചിലത് കുറഞ്ഞതേ എടുക്കുള്ളൂ, ചിലത് തീരെ എടുക്കില്ല, ചിലത് തീരെ വെള്ളം കുടിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇംപ്രോപ്പർ ലൈഫ് നമ്മൾ കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അത് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ നന്നായിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെൻ്റൽ സ്ട്രെസ്സ് നന്നായിട്ട് നോക്കണം. അപ്പോൾ ഇതെല്ലതും ക്രമീകരിച്ച് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നത് നല്ലൊരു മാറ്റം നമുക്ക് പോസിബിളാണ്. ഒരു കൂടുതൽ മരുന്നെടുക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മരുന്നൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കാൻ തന്നെ കഴിയും ചെയ്യും. നല്ല രീതിയിൽ ഉറക്കം കിട്ടും, നല്ല ശോധന കിട്ടും, നല്ല ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് എന്ത് ചെയ്യാം, ഏജിനനുസരിച്ചിട്ട് ആളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് കൊണ്ടുവരാൻ ഇതിൽ കഴിയും. ഇപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പോൾ ഡയറ്റ് എടുക്കണം എന്നുള്ള സംഗതികളൊക്കെ പറയുമെങ്കിലും ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എന്തുണ്ടാവും, എന്താണ് ഈ ഡയറ്റ്, അല്ലെങ്കിൽ ഏതാണ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ വരുന്ന കേസുകളിൽ ഇപ്പോൾ ഡോക്ടർ ഒരു ഡയറ്റ് നിങ്ങൾ എടുക്കൂ, അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചാർട്ട് അവർക്ക് കൊടുത്തിട്ട് അവർ സ്വമേധ ഇപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഡോക്ടർ ആ ഡയറ്റിനെ എങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു സാധ്യത കാണുന്നത്? ഈ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരാൾക്ക് ധാരണ പട്ടിണി കിടക്കില്ല അല്ലെങ്കിൽ തിന്നാൻ കുടിക്കില്ല എന്നുള്ളതല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഒരു വ്യക്തിക്ക് അനുസൃതമായിട്ടുള്ള, ചിലപ്പോൾ ക്രിയേറ്റിനും കൂടിയ ആളുകളായിരിക്കാം, യൂറിക് ആസിഡിന് പ്രശ്നം ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ED ആയിരിക്കാം, മൈഗ്രെയിൻ ആയിരിക്കാം. അപ്പോൾ ഏത് രോഗമാണോ ആ രോഗത്തിനനുസൃതമായിട്ടുള്ള ഒരു ഭക്ഷണ ക്രമീകരണം നമുക്ക് കൊടുക്കുന്നത്. അത് എന്ത് ചെയ്യണം, കുറച്ച് കാലത്ത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ചില ആളുകൾക്ക് ഉണ്ടായിരിക്കുമോ ഇതിന് എസ്പെഷ്യലി കൂടുതൽ എക്സ്പെൻസ് വരുമോ, അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമല്ല, ഇത് എടുത്ത ബുദ്ധിമുട്ടല്ല എന്നുള്ള ധാരണകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന സാധനങ്ങളിൽ തന്നെ ഒന്നൊരു ശ്രദ്ധ കൊടുത്താൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ കഴിയും. അതിന് പ്രയാസങ്ങളൊന്നുമില്ല. അത് എത്ര പാവപ്പെട്ടവരാണെങ്കിലും എത്ര ഉയർന്ന ഇതിലാണെങ്കിലും ശരി, അവർക്ക് അനുസൃതമായിട്ടുള്ള ഡയറ്റ് അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനനുസൃതമായിട്ട് എടുത്താൽ തന്നെ എന്ത് ചെയ്യും, ആ ഒരു ഫോളോ നമ്മൾ കുറച്ച് കാലം എടുത്താൽ തന്നെ, ഫോളോ ചെയ്ത് തന്നാൽ തന്നെ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൽ സംശയം വേണ്ട. ഇപ്പം ഇതിൽ വർഷങ്ങളായിട്ടുള്ള കേസുകൾ നമ്മൾ പെട്ടെന്ന് മാറ്റിയെടുക്കുമ്പോൾ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ശൈലിയിൽ നിന്ന് ഇപ്പോൾ പുതിയൊരു റുട്ടീനിലേക്ക്, ഒരു ഡയറ്റിലേക്ക് നമ്മൾ മാറുമ്പം അതെങ്ങനെയാണ് നമുക്ക് മാറ്റം വരുത്താൻ കഴിയുക, അല്ലെങ്കിൽ അത് പോസിബിൾ ആണോ? അതൊരു വലിയൊരു ഫാക്റ്റാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയബറ്റിക് വരുന്ന ക്രോണിക് ആണ് സമയത്താണ് പലപ്പോഴും ഇതിനെ പറ്റിയിട്ട് റിവേഴ്സിബിൾ ചാൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും അറിയിലിരിക്കുക. അപ്പോഴേക്കും ഏകദേശം അവർക്ക് ഒരു 60, 70 അല്ലെങ്കിൽ 50 വയസ്സായിട്ടുണ്ടാക്കും. അപ്പോൾ ഒരു 50 വർഷത്തെ ഒരു റുട്ടീന് നമ്മൾ ചേഞ്ച് ചെയ്യുക, അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. ഇതെങ്ങനെ ഞാൻ നിർത്തും ഡോക്ടറെ, ഇത് ചോറില്ലാതെ എങ്ങനെ ഞാൻ ഇപ്പം എങ്ങനെ ഭക്ഷണം കഴിക്കുക, രാത്രി ഞാൻ എന്ത് തിന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ എന്ത് തിന്നു, എന്താ തിന്നാനുള്ളതെന്ന് പല ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് കഴിക്കേണ്ട സാധനങ്ങൾ, അതിൻ്റെ റുട്ടീൻസുകൾ, എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ അവരുടെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത്. ചില കേസുകൾ റെഡ് മീറ്റ് ഒഴിവാക്കേണ്ടതുണ്ടാവും, ചിലത് വൈറ്റ് മീറ്റ് നല്ലോണം കഴിക്കേണ്ടതുണ്ടായിരിക്കും, നല്ല വെള്ളം കുടിക്കേണ്ടതുണ്ടായിരിക്കും, ചിലത് വെള്ളം കുറയ്ക്കേണ്ട കേസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ രോഗത്തിനനുസൃതമായിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അത് മാത്രമല്ല ഒരു ഡയറ്റീഷ്യൻ ഉണ്ടായിരിക്കും. ഈ ഡയറ്റീഷ്യൻ അവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യും. 3 നേരം അവർ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ അവരുമായി ഡിസ്കസ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് ഡയറ്റീഷ്യൻ നമ്മളോട് പറഞ്ഞിട്ട് വേണ്ട കാര്യങ്ങൾ, ചില കേസുകൾ എന്തെങ്കിലും നമ്മൾ പേഷ്യൻസുമായിട്ട് നേരിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടായിരിക്കും. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള. അപ്പോൾ അങ്ങനെ ഒരു ഫോളോ അപ്പ് സിസ്റ്റം നമുക്ക് കൃത്യമായിട്ട് ഒരു മന്ത് മിനിമം നമ്മളത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു 40 വർഷമായിട്ടുള്ള അല്ലെങ്കിൽ 50 വർഷമായിട്ടുള്ള ആ ഒരു റുട്ടീൻ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ സംശയങ്ങൾക്കും അതേപോലെ തന്നെ അഡ്വൈസ് കാര്യങ്ങൾക്കും ഡോക്ടറുടെ കൺസൾട്ടേഷന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പോൾ നമ്മുടെ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ പുറത്തുള്ള ആളുകൾക്കും അതേപോലെ തന്നെ നാട്ടിലുള്ള ആളുകൾക്കും ഓഫ്ലൈനും ഓൺലൈൻ കൺസൾട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കറിയാം നേരത്തെ ഡോക്ടറെ അടുത്ത് വന്നൊരു കേസിൽ ഒരു അനുഭവമാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അവർക്ക് 30 വർഷത്തോളം ഡയബറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡോക്ടർ മാറ്റിയെടുത്ത കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന സംഗതികളും എന്തൊക്കെയാണ്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി എന്നുള്ളതൊക്കെ ഡോക്ടറുടെ കൃത്യമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒന്നും കൂടി നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നടക്കാൻ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടായിരുന്നു, നടക്കാൻ പറ്റില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു, പിന്നെ നല്ല പേടി ഉണ്ടായിരുന്നു അല്ലേ, പിന്നെ ഒന്നും ചോദിച്ചാൽ ഒന്നും പറയില്ല, റീപ്ലേ അല്ലായിരുന്നു, ഡോക്ടറെ അടുത്ത് പറയില്ല, എന്നെ ഇങ്ങനെ നോക്കും, ആൻസർ പറയില്ല, പ്രതികരണം കുറവായിരുന്നു ആ സമയത്ത്. ഇപ്പൊ അതെല്ലാം ഓക്കെ ഇല്ല, ഇപ്പൊ എല്ലാം ഓർമ്മശക്തിയും കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല രീതിയിൽ പിന്നെ ഒരു പ്രസാദം വന്നില്ല, നല്ല ആക്റ്റീവ്നെസ് വന്നിട്ടുണ്ട്. ഇപ്പൊ ശ്വാസമൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആദ്യം വന്ന സമയത്ത് കോൺസ്റ്റിപ്പേറ്റഡ് ആയിരുന്നു, കാലിൽ നീരുണ്ടായിരുന്നു, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ.
ഓക്കെ. പിന്നെ ഷുഗർ ഒക്കെ ഇപ്പൊ നോർമൽ തന്നെയല്ലേ ഭക്ഷണം? ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കും. അത് വന്ന സമയത്ത് തരിപ്പുണ്ടായിരുന്നില്ലേ? അരിയില്ല. അന്ന് വന്ന സമയത്ത് കാലിൽ തരിപ്പുണ്ടായിരുന്നില്ല, ഇടയ്ക്ക് നടക്കാൻ പ്രയാസം കാര്യങ്ങളൊക്കെ ആയിട്ട്? അതിപ്പോ ഒക്കെ എല്ലാം ഓക്കെ ഇല്ലേ? നടത്ത കോശം ഇപ്പം സ്പീഡായി നടക്കും. നടത്ത സ്പീഡായി. പിന്നെ ടെൻഷനൊന്നും ഇല്ലല്ലോ ഇപ്പൊ വേറെ? ഇവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. പിന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ല, എല്ലാം എന്റെ തലയിലാണ്. അപ്പൊ പിന്നെ ഇവർക്കൊന്നും ഓക്കെ. അലർജിന്റെ ഇഷ്യൂ എന്തെങ്കിലും നമുക്ക്? ഇല്ല. അങ്ങനെയൊന്നും ഇല്ലല്ലോ. കൈ അങ്ങോട്ട് പനി ഉണ്ടായിരുന്നു അപ്പം? ഇല്ലല്ലോ. ഇല്ല. അന്ന് പനിയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു ഒന്ന് സ്ട്രോങ് ആയിട്ട് പിടിക്കും, കലത്തിൽ പിടിക്കും. ബലമുണ്ട്. കൈ പിടിക്കും, സ്ട്രോങ് ആയി പിടിക്കും. ഓക്കെ അല്ല, നടക്കാൻ പ്രയാസമൊന്നും ഇല്ലല്ലോ, മറ്റു ബുദ്ധിമുട്ടൊന്നും നല്ല ഇല്ലല്ലോ? ബലമില്ല. അത് നമുക്ക് ഷുഗർ വന്നിട്ടുള്ള പ്രശ്നം മെയിനായിട്ട്. ആ ഷുഗർ വന്നതിനുള്ള ഒരു ആഫ്റ്റർ എഫക്ട് ക്രോണിക് ആയിട്ട് കുറെ കാലമായിട്ട് ഷുഗർ ഉണ്ടല്ലോ, അത്യാവശ്യം 30 വർഷമായിട്ട് 14 ഉള്ളത്. അതിന് മെല്ലെ കുറയ്ക്കണം കേട്ടോ. അന്ന് നമുക്ക് HbA1c 8.7 ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അത് പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് 6ലേക്ക് എത്തിക്കാൻ കഴിയണം. അത് ഈ ഡയറ്റും പറഞ്ഞ ഡയറ്റും മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, സ്ട്രെങ്ത് കിട്ടിയ സർക്കുലേഷൻ ഉഷാറായി. ഇപ്പൊ നമുക്ക് ആ കാലിന്റെ തരിപ്പ് പോയി, സ്ലീപ്പ് കിട്ടി, ഓക്കെ ആയിട്ടുണ്ട്. അതെ. പിന്നെ അതേപോലെ തന്നെയാണ് മറ്റേ ബുദ്ധി ഇതുണ്ടല്ലോ, ഒരു റെസ്പോൺസ് ഉണ്ട്, പെട്ടെന്ന് റെസ്പോണ്ട്, പ്രതികരണ ശേഷി. അത് നമുക്ക് അക്രൂട്ട് ഉണ്ടല്ലോ, അത് പറഞ്ഞത് അക്രൂട്ടിന്റെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ അക്രൂട്ടിന്റെ ഫ്രൂട്ട് ഇതുണ്ടല്ലോ, അതുകൂടി എന്ത് ചെയ്യാം, കിട്ടുകയാണെങ്കിൽ കൊടുക്കണം, നല്ലതാണ്. അപ്പോൾ അത് ബ്രെയിന് നല്ലതാണ്, ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പ്രതികരിക്കില്ല. പിന്നെ ഒരിക്കൽ ഡോക്ടർക്ക് ന്യൂറോളജിയിൽ പോയപ്പോൾ വേണ്ടെല്ലാം ഇങ്ങനെ കയറ്റി ഡോക്ടറെ ചെറുതായിട്ടൊന്നും ചെറിയൊരു ബോട്ടുണ്ട്. ഞാൻ തന്നെ ഇതെന്താ എല്ലാം പറഞ്ഞു മറ്റെണ്ണ നോക്കി എന്തെല്ലാം ആവശ്യപ്പെട്ടാന്ന് ചോദിച്ചപ്പോൾ തന്നെ വേഗം പാൻറ് കയറ്റി. അത് നോട്ടേക്കോട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് പറഞ്ഞ് ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഗേജ്ഡ് ആവാം, ഒറ്റയ്ക്ക് ഇരിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഇവര് സാധാരണ ഗതിയിൽ ഓവർ സ്മാർട്ടാണ്, പോകാനും വരാനും ഭക്ഷണം കഴിക്കാനും എല്ലാം. ഭക്ഷണത്തിൽ ഇങ്ങനെ കൈവച്ചിട്ട് നമ്മളെ നോക്കും, എന്താ ആവശ്യപ്പെട്ടാ ഒന്നും വേണ്ടൂല, പിന്നെയും നോക്കും. ഇതിന്റെ നിങ്ങൾ കഴിക്കാത്ത വേണ്ടേ, അതിനും വേണ്ടില്ല. ഇപ്പം കൊടുത്തിട്ട് നമ്മള് വേറെ നിർത്തുമ്പോഴേക്കെല്ലാം കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ക്വാളിറ്റി ഉള്ള ഭക്ഷണം തന്നെ ആക്കുക. കൂടുതൽ ആവശ്യമില്ലാത്തത് എന്ത് ചെയ്യരുത്, കുറെ ചോറായിട്ടോ മധുരമായിട്ടോ ഒഴിവാക്കില്ല. അതിൽ തന്നെ ഇനി മെല്ലെ മെല്ലെ എന്ത് ചെയ്യും, സർക്കുലേഷൻ ഒക്കെ ആയിക്കോളും. ഇങ്ങനെ പറയും ഡാഡി കാശുണ്ടാവില്ലേ കുറച്ച് കൊടുത്താൽ, പറയും കുറച്ച് കൊടുക്കുമ്പോൾ വേറെ അതിന്റെ പണി കിട്ടും. അല്ല അത് കുഴപ്പമൊന്നുമില്ല, അതൊരു ഇങ്ങനെ തന്നെ പോവുക. ഇതിന്റെ ഈ എൻഗേജ്ഡ് ആയിരിക്കണം, പഴയ ഒരു ആക്റ്റീവ്നെസ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്നുകൂടി വരാണ്ട് ഒന്നുകൂടെ കേട്ടോ. ഇപ്പോൾ റീഡിങ് ആയിട്ടോ അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിട്ടോ ലിസണിങ് ആയിട്ടോ എന്തെങ്കിലും ഇത് എൻഗേജ്ഡ് ആയിരിക്കണം. കിടത്തം കുറയ്ക്കണം ഒന്നുകൂടെ. എക്സസൈസ് ചെയ്യില്ലല്ലോ ഇപ്പോൾ ചെയ്യണം, നടത്തൊക്കെ വേണം കേട്ടോ. ഭക്ഷണം കഴിച്ച പാടത്തിന് ഉറങ്ങരുത്, കിടക്കാൻ പോകരുത്. കുറഞ്ഞ സമയം റെസ്റ്റ് എടുത്ത് വീട്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ കിടക്കാൻ ലാസ്റ്റ് പോകണം. ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം, മല കയറണം, കുന്ന് കയറണം, എല്ലതും വേണം. എൻഗേജ്ഡ് ആയിട്ട് എന്തെല്ലാം എൻജോയ് ചെയ്ത് ജീവിക്കുന്നതാണോ. ഡൗൺ ആയി പോരുത്. നിങ്ങള് എന്ന് ബെഡിലേക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വീക്കായി പോകും, മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് സ്ട്രോങ് ആയിരുന്നാൽ ബീച്ചിൽ കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യണം, ഡോക്ടറെ മനസ്സിൽ പിടിച്ചു കഴിഞ്ഞാല് എത്തും. നമുക്കിപ്പം നല്ല ഡോക്ടറാണെന്ന് വിചാരിച്ചാൽ കുറേ പറയണം. അല്ലാതെ പിന്നെ ഡോക്ടർമാര് ചിലപ്പോ ഈ വേറെ രോഗിനെ നോക്കേണ്ടതുകൊണ്ട് വേഗം ഒന്നിരണ്ട് ചോദിച്ച് അപ്പൊ നമുക്ക് കുറെ പറയാനുണ്ടാവും, ഡോക്ടർ കേൾക്കാൻ സാധിക്കും. ഇവർക്കും തന്നെ മെഡിസിൻ ആയിട്ട് ഞാൻ കൂടുതൽ തന്നിട്ടില്ല. ഒന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരിക്കലും ഒരു മെഷീനറി വാല്യൂ നോക്കിയിട്ട് BP ഇത്ര ആവണം അല്ലെങ്കിൽ ഇതിങ്ങനെ അങ്ങനെയല്ല. നമ്മളൊരു മെഷീനറി വാല്യൂനേക്കാൾ കൂടുതൽ ആളുടെ വെൽനെസ് ആണ് നോക്കേണ്ടത്. ആള് നടക്കാൻ ഓക്കെ ആണോ, ഇത് നല്ല ഹെൽത്ത് ആണ്, മെമ്മറി നല്ല ഉണ്ടോ, നല്ല ഹെൽത്ത് ആണ്, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ശ്വാസം അതൊക്കെ ഉണ്ടെങ്കിൽ ഗുണ ഹെൽത്ത് ആണ്, മനസ്സിലായില്ലേ? അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇടയ്ക്ക് എന്ത് പറഞ്ഞു, ഈ പറഞ്ഞതുപോലെ നമ്മൾ
മെഷീനറീസ് കാര്യം നോക്കണം, മാറ്റങ്ങളുണ്ടോ, എന്തെങ്കിലും കൂടുതലായി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അതിനേക്കാൾ കൂടുതൽ വാല്യൂ കൊടുക്കേണ്ടത് എന്താണ്, ഹെൽത്തി ആയിട്ട് ആൾ ഓക്കെ ആണോ, അതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ് വന്നിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും കൂടുതൽ എന്ത് ചെയ്യണ്ട, ഇത് കൂടിയത് കൊണ്ട് പ്രയാസമായിരിക്കും എന്നുള്ള രീതിയിൽ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആൾ ഓക്കെ ആണോ, യെസ് ഓർണോ, അതാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ്. അതാണ് വെൽനെസ് ഹെൽത്ത് എന്ന് പറഞ്ഞ കാര്യമാണ്. ചില ആളുകൾ നമ്മൾ BP ഓക്കെ ആയിരിക്കും, എല്ലാതും ഓക്കെ ആയിരിക്കും, മെഷീനറീസ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും ഓക്കെ ആയിരിക്കും, പക്ഷെ ആള് ഭയങ്കര വീക്കായിരിക്കും, പല അസുഖങ്ങളും ഉള്ളിലുള്ളവരുണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇപ്പം വാസൊക്കെ നല്ല ആക്റ്റീവ് ആണല്ലോ. അതാണ് അതിലൂടെ കാണിക്കുന്നത്. അത് കോഴിക്കോട് ഒരു ഡോക്ടറെ കണ്ടുപിടിച്ചു. അല്ല അന്ന് വന്ന പോലെയല്ല ഇപ്പം. ചോദിച്ചാലെല്ലാം പറയും, മറ്റിങ്ങനെ അപ്പുറം ഇപ്പുറം സംസാരിക്കാത്ത ആളെ നോക്കുമ്പോഴേ ഇപ്പൊ നമ്മള് പറയുന്നതെല്ലാം ഓരോ മനസ്സിലുണ്ടാവും. അതിനെന്ത് ചെയ്താൽ മതി, മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, മെഡിസിൻ കുറച്ച് വരും ചെയ്യാം കേട്ടോ. പ്രശ്നത്തില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഡോക്ടറെ പോലെ തന്നെ ഓനെ ഒരാൾക്കെന്റെ മോനുണ്ട്, ഡോക്ടർ. എന്നിട്ട് അവന്റെ അടുത്ത് ആക്കനെ എന്നാ വന്നോ ഒന്ന് അവിടെ നിന്ന് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് പോയാൽ ഇതേപോലത്തെ എന്താണ് ചോദിക്കുമ്പോൾ അന്ന നോക്കും. അപ്പൊ ആന്റി ഒന്ന് നോക്കണ്ടപ്പോ ഇന്ന ആപ്പിൽ ഒതുകൊട്ടു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ബാക്കി എന്നോട് ഞാൻ പറയുന്നു. അത് സ്വന്തക്കാരായാലും അന്ന് മിണ്ടൂല. അതൊരു മൈൻഡ് എങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫ്രൂട്ടിന്റെ അതുണ്ടല്ലോ, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിർത്താം. പിന്നെ അത് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ രീതിയിൽ കുറച്ച് വന്നിട്ട് നല്ല സ്റ്റോക്ക് ചെയ്യാം. കണ്ടിന്യൂട്ട് എല്ലാ കാലം മെഡിസിൻ എടുക്കണമെന്നില്ല, ആളെ ഓക്കെ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കുറച്ച് തരാം. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് ലെങ്ത് തന്നിട്ട് അടുത്ത വരെയായിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചിട്ട് അതെ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ പിന്നെ അതൊക്കെ നാളെ ഡോക്ടറെ അടുത്ത് പോകണ്ടെന്ന് പറഞ്ഞാല് നല്ല ഉത്സാഹം. പിന്നെ എത്ര മണിക്ക് പോകുന്നു, എപ്പോഴാ പോകുന്നത്, ഇനിയിപ്പോ 5 മണിക്ക് ദിവസോട്ടെ പോകണ്ട ഇരുന്ന് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ പോയി കുളിച്ച് അന്നേരമില്ലേ പോണ്ട കാര്യം പറയുമ്പോ ഇവർക്ക് നല്ല എവിടെ പോണ്ടെന്ന് പറയാം. വൈകുന്നേരം ഇവര് ഷൂടും സോക്സോടും എല്ലാ ഡ്രസ്സും എല്ലാം ഉണ്ട്. പോകാത്ത സമയത്ത് ബസ്സോട്ടെ ഇതെല്ലാം മാറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇതും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ അവർ ഫസ്റ്റ് ടൈം ക്ലിനിക്കിലേക്ക് വരുന്ന സമയത്ത് രണ്ടുപേരുടെ സഹായത്തോടു കൂടെ നടക്കാൻ പറ്റാതെ, അതുപോലെ തന്നെ സംസാരം ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഒരൊറ്റ മാസം കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്തോടുകൂടി അവർക്ക് ഈ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും എന്താണ്, ഇതൊരു മാറാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റാത്തൊരു രോഗമാണ്, അല്ലെങ്കിൽ കാലാകാലം ഞാൻ മരുന്നുകൾക്ക് അടിമപ്പെട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഈ വീഡിയോയും അതേപോലെ തന്നെ ഡോക്ടറുടെ ഈ സംസാരങ്ങളും ഈ വന്ന ആളുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്രദമാണ്. ഡോക്ടറുടെ കൺസൾട്ടേഷനും അതേപോലെ തന്നെ അഡ്വൈസുകളൊക്കെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മുടെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പം ഈ ഇത്രയും കാര്യങ്ങൾ ആളുകൾ കേട്ട് നിന്നു. അപ്പോൾ ഇവർക്ക് ഡോക്ടർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്, നിർദ്ദേശം എന്താണ്? ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും അസുഖങ്ങളൊന്നും മാറാത്തതായിട്ടൊന്നുമില്ല. അത് പലപ്പോഴും നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞതാണ്. മൈഗ്രെയിൻ ആകട്ടെ, അലർജി ആകട്ടെ, ജോയിൻറ്റ് പെയിനുകളാകട്ടെ, റൊമാറ്റിക് പോലുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസുകളാകട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന റീസൺ, മാറാ രോഗങ്ങളുടെ പ്രധാന റീസൺ നമ്മുടെ ജീവിത ശൈലിയാണ്. അത് ഭക്ഷണമുണ്ട്, നമ്മുടെ ഉറക്കമുണ്ട്, അതേപോലെ നമ്മുടെ വെള്ളം കുടിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഡിപ്പെൻഡഡ് ആണ്. മൈൻഡ്, മനസ്സും ശരീരം എല്ലാം ഡിപ്പെൻഡഡാണ്. അപ്പോൾ അത് എപ്പോഴും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ രീതിയിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ അസുഖങ്ങളും മാറ്റാൻ കഴിയും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റാൻ കഴിയാവുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളൊരു പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുക, നമ്മൾ കീപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ്, ഒരു ഡിപ്പെൻഡബിൾ കണ്ടീഷൻ ഇല്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്.
തീർച്ചയായും ഡോക്ടർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ജീവിതശൈലികൾ മുന്നോട്ട് കൊണ്ടുപോകുക, ഭക്ഷണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ നേരത്തെ വന്ന ആളുടെ അനുഭവം നമ്മൾ കേട്ടു. അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ നേരിടുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ക്ലിനിക്കിൽ നേരിട്ട് വന്നിട്ടും ഡോക്ടറെ കാണിക്കാം. അതേപോലെ തന്നെ ഓൺലൈനായിട്ടും നിങ്ങൾക്ക് കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.